ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുകയാണ്. ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ ചായയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസ് മേലെയാണ് വെക്കുന്നത്. ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളവും ചോറും മാത്രമേ നമ്മൾ അടുപ്പിൽ കത്തിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും വിറക് നമുക്ക് ഇല്ല, വിറക് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാട്ടിലേക്ക് വിറകുണ്ടാക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ മാസമൊക്കെ ഞാൻ 7-ാം മാസമൊക്കെ ആയിരിക്കുന്ന സമയത്തും ഞാൻ വിറകിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 പ്രാവശ്യം ഇതുപോലെ ഏട്ടൻ്റെ കൂടെ വിറകിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിറകൊന്നും ഏറ്റിട്ട് വരില്ല. പക്ഷേ ഏട്ടൻ്റെ കൂടെ പോവും, വിറകുകളൊക്കെ ഇങ്ങനെ കൊടുന്നിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ, ഏട്ടൻ തനിയെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പണി ഉണ്ടാവുമോ എന്നുള്ളതറിയില്ല. പണി ഇല്ലെങ്കിൽ വിറകിന് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ. കാരണം വിറക് തീരെ ഇല്ല. ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിയുമ്പോഴേക്ക് വിറക് എന്തായാലും അത്യാവശ്യമാണ്. വെള്ളമൊക്കെ തിളപ്പിക്കാനും ഒക്കെ വിറക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിറകൊന്നും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഏട്ടൻ വിറകിന് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കാടുണ്ട്. നമ്മൾ വിറകിന് പോയിരുന്നൊരു കാട്. ഞാൻ വിറകിന് പോയിരുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാട്ടിലേക്ക് തന്നെ നേട്ടം വിറകുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിറയെ മരങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിറകുകളൊക്കെ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏട്ടന് പണിയില്ലെങ്കിൽ വിറകിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെ നേരത്തെ ചോറൊക്കെ വെക്കാൻ കേട്ടോ. അഥവാ പെട്ടെന്ന് മുതലാളി വിളിക്കുകയാണെങ്കിൽ പണിക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ നേരത്തെ ചോറൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്നൊരു രണ്ട് കൈ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയോ, ഇവിടെ എക്സസൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചില ദിവസങ്ങളിലൊക്കെ ചെയ്യുള്ളൂ. ചിലപ്പോഴൊക്കെ രാവിലെ മടി കാരണം ഏട്ടൻ എണീക്കാറില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ എണീറ്റിട്ടൊക്കെ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് എന്തിനാ ചെയ്യണമെന്നുള്ളത്, നല്ല മിഷൻ കലയേറ്റാനൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഏട്ടൻ എന്നിട്ട് ഓരോന്ന് പറയുമായിരുന്നു, വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ മനഃപൂർവ്വം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടു. പിന്നെ റിച്ചോർട്ടിനാണെങ്കിൽ നല്ല ഉറക്കാട്ടോ. ഇന്ന് എണീറ്റിട്ടില്ല അവൻ. നല്ല ഉറക്കമാണ്. സാധാരണ അവൻ നേരത്തെ എണീക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ എണീറ്റിട്ടില്ല. മഴ കാരണം കൊണ്ടായിരിക്കും, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഏട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഏട്ടന് രാവിലെ കൊണ്ടുപോകാനായിട്ട് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെല്ലാം പണി ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അഥവാ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകണ്ടേ. അപ്പോൾ പിന്നെ ചോറ് അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഇട കൊടുക്കാതെ നമ്മൾ എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പരിപ്പ് കറിയാണ്. പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ താളിപ്പ്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ രണ്ടാമത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാക്കണം. അതിന് ഞാനിവിടെ കുറച്ച് മുരിങ്ങയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മുരിങ്ങയിലയും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു തോരൻ വെക്കണം. മുരിങ്ങയിലയും മുട്ട ഇട്ടിട്ട് തോരൻ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ രാവിലെ കഴിക്കാനായിട്ട് സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുരിങ്ങയിലയും മുട്ടയും ഒക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു രണ്ടാമത് ഏട്ടന് കൊണ്ടുപോകാനായിട്ട് ഒരു ചെറിയൊരു തോരൻ ഉണ്ടാക്കി കൊടുത്തു, മുരിങ്ങയിലയും മുട്ടയും കൂട്ടിയിട്ട്. പിന്നെ കൊണ്ടാട്ടം മുളക് വറുത്തത് കേട്ടോ. അത് പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ ഏട്ടന് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എന്നാൽ ചില സമയങ്ങളിലൊക്കെ കഴിക്കും. ഞാനും അമ്മയും പിന്നെ എൻ്റെ അനിയനൊക്കെ അനിയനാണ് കൂടുതലിഷ്ടം. അപ്പോൾ അനിയൻ കൊണ്ടുവരുന്നതാണ് അത്. അപ്പോൾ ഇന്നത്തെ ഏട്ടന് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഏട്ടന് രാവിലെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ചോറും പിന്നെ പരിപ്പ് കറിയും മുട്ടത്തോരനും ഉണക്കമുളകും. അപ്പോൾ അങ്ങനെ ഇന്ന് പണി ഉണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടന്.
അപ്പോൾ പണി രാവിലെ വിളിക്കുകയൊന്നും ചെയ്തതല്ല, കാരണം നല്ല മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴച്ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് മഴയായാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം കൂടി നോക്കിയിട്ട് നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും ഏട്ടന് പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വറകിന് പോയിരിക്കായിരുന്നു. അപ്പോൾ ഏട്ടൻ കൊടുത്ത വറകൊക്കെ അമ്മ അവിടെ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ പണി ഉണ്ടാവുകയും ചെയ്തില്ല. ഇന്ന് ചെറിയൊരു വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട്. അപ്പോൾ എന്താ പറയുക, തുണികളൊക്കെ ഒരുപാട് 2-3 ദിവസത്തെ ഉണക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അടുത്ത കെട്ടുമായിട്ട് വന്നു. അങ്ങനെ ഒരു 5-6 കെട്ട് വറക് ഏട്ടൻ കൊടുന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മരം വെട്ടിയ വറകാണ് കേട്ടോ, നിറയെ പച്ച വറകുകളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നമ്മളത് അപ്ലോഡ് ചെയ്യാനും കുറച്ച് വൈകി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.